ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പ ശരണം. തൃക്കാലണ്ടും പിണക്കത്തിരുമുഖകമലം ദക്ഷിണേ ചായ്ച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതിവന്തം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ കൈതൊഴുന്നേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവി നമ. ഇന്ന് നമുക്ക് ശ്രീ ശുഖബ്രഹ്മർഷി മിഥിലയിലേക്ക് പോകുന്ന മഹാവാണ് 17ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കാനുള്ളത്. ശുഗൻ തന്റെ സംശയങ്ങൾ തീർക്കാനായി ജനകരാജാവിന്റെ രാജ്യമായ മിഥിലയിലേക്ക് പോകാൻ തീർച്ചയാക്കി. ശുഗൻ അച്ഛനെ സാഷ്ടാംഗം നമസ്കരിച്ച് പറഞ്ഞു, പിതാവേ, ഞാൻ ജനക മഹാരാജാവ് ഭരിക്കുന്ന മിഥിലാ നഗരം കണ്ടുവരാട്ടോ. ശാസനകളൊന്നും കൂടാതെ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ധർമാനുസാരിയായി രാജ്യം ഭരിക്കുമ്പോൾ ദണ്ഡനം വേണ്ടി വരുമല്ലോ. മിഥിലയിൽ അങ്ങനെ ദണ്ഡനങ്ങളൊന്നും വേണ്ടി വരാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വന്ധ്യ സ്ത്രീയെ ചൂണ്ടിക്കാട്ടി ഇതെന്റെ അമ്മയാണെന്ന് പറയും പോലെയല്ലേ അത്? അതെല്ലാം അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അച്ഛൻ്റെ പൂർണ്ണമായ സമ്മതവും അനുഗ്രഹവും എനിക്ക് വേണം എന്ന് മകൻ അച്ഛനോട് പറഞ്ഞു. അപ്പോ അച്ഛന് വലിയ സന്തോഷായി. മിഥിലയ്ക്ക് പോകാൻ തീർച്ചയാക്കിയ ജ്ഞാനിയായ തന്റെ മകന് വ്യാസൻ ഗാഠമായി ആലിംഗനം ചെയ്ത് പറഞ്ഞു, പുത്രാ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. പക്ഷെ ഒരു ഉറപ്പ് നീ എനിക്ക് തരണം. നിന്റെ യാത്രയുടെ ഉദ്ദേശം കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചു വരണം കേട്ടോ മോനെ. മിഥിലയിൽ ചെന്ന് വിദേഹ രാജാവിനെ കണ്ട് സംശയങ്ങളെല്ലാം നിവർത്തിച്ചതിന് ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. വേറെ എവിടെയും പോകാൻ പാടില്ല നീ. പിന്നീട് വേദാധ്യയന നിഷ്ഠനായി ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടാവുകയും വേണം. എന്റെ വിരഹം എനിക്ക് പ്രാണസങ്കടമാണ് മകനെ. അതുകൊണ്ട് പോയി വേഗം തിരിച്ചു വരൂന്ന് അനുഗ്രഹിച്ച് അയച്ചു. അച്ഛനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ശുഗൻ ധൃതിയിൽ യാത്രയായി. യാത്രയിൽ പല ദൃശ്യങ്ങളും ശുഗൻ കണ്ടു. അനേകം ദേശങ്ങള്, വയല്, കാട്, യാഗത്തിന് ദീക്ഷ വരിച്ച് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര്, വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് വനത്തിലേക്ക് ചേക്കേറിയ ജനങ്ങള്, ഈ ലൗകികമായ ജീവിതം മതിയാക്കിയിട്ട് ഒരു പ്രായം കഴിഞ്ഞിട്ടാകുമ്പോൾ പുത്രന് രാജ്യമാണെങ്കിൽ, രാജാക്കന്മാരാണെങ്കിൽ രാജ്യഭരണം പുത്രനെ ഏൽപ്പിച്ച്, ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ ഗൃഹഭരണം പുത്രനെ ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന അങ്ങനെ ഉള്ള ജനങ്ങളെ കണ്ടു എന്നല്ല പറയുന്നത്. യോഗാഭ്യാസത്തിൽ സമർത്ഥരായ യോഗികൾ, അതുപോലെ ശൈവരുണ്ടായിരുന്നു, പാശുപതരുണ്ടായിരുന്നു, ശൗര്യരുണ്ടായിരുന്നു, ശാക്തേയന്മാരുണ്ടായിരുന്നു, വൈഷ്ണവരുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെയും ദേശങ്ങളെയും കണ്ട് 2 കൊല്ലം കൊണ്ട് 2 വർഷം എടുത്തു. ഇത് മേരുപർവ്വതത്തെയും 1 കൊല്ലം കൊണ്ട് ഹിമവാനെയും താണ്ടി ശുഗൻ 3 വർഷം കൊണ്ട് മിഥിലാ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നത്തെ മാതിരി വിമാനത്തിൽ കയറി ഗും അവിടെ ലാൻഡ് ചെയ്തു. അങ്ങനെയല്ല. നടന്ന് 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 കാടും മേടും നദികളും ഒക്കെ താണ്ടിയിട്ടാണ് പണ്ടത്തെ യാത്ര. ധനധാന്യ സമൃദ്ധമായ മിഥിലാ നഗരത്തെയും ധർമാചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളെയും കണ്ട് ശുഗൻ അത്ഭുതപ്പെട്ടുപോയി എന്നല്ലേ പറയണ്ടു. മിഥിലാ രാജധാനിയുടെ ഗോപുരവാതിൽക്കലെത്തിയപ്പോൾ ദ്വാരപാലൻ തടഞ്ഞു നിർത്തി ചോദിച്ചു, അങ്ങാരാണ്? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ശുഗനൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. പ്രതിഹാരി വീണ്ടും ചോദിച്ചു, അങ്ങ് ആരാണ്? മൂകനാണോ അങ്ങ്? ഇനി ഒന്നും പറയാതെ ഇവിടെ തന്നെ നിന്നാൽ ഒരു കാര്യവും നടക്കില്ല കേട്ടോ. അകത്തേക്ക് കടക്കണമെങ്കിൽ രാജാവിന്റെ സമ്മതം വേണം. കുലാചാരങ്ങൾ നോക്കാതെ ആരെയും അകത്തേക്ക് കടത്തി വിടാറുമില്ല. അങ്ങ് വേദവിത്തായ ബ്രാഹ്മണനാണെന്ന് മനസ്സിലായി. കുലവും വന്ന ഉദ്ദേശവും പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞു പ്രതിഹാരി. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? ആ കാര്യം സഫലമായി.
വിദേഹ നഗരത്തിൽ പ്രവേശിക്കുക അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് മനസ്സിലായി. 2 പർവ്വതങ്ങളും അതിക്രമിച്ച് അദ്ദേഹം പറയാണ്, 2 പർവ്വതങ്ങളും അതിക്രമിച്ച് രാജാവിനെ കാണാൻ ആഗ്രഹിച്ചതിന്റെ ദുരാഗ്രഹം തന്നെയാണ്. അച്ഛനാൽ ഞാൻ വഞ്ചിതനായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. എന്റെ കർമ്മഫലം തന്നെയാണ് എന്നെ ഈ ദേശാടനത്തിന് പ്രേരിപ്പിച്ചത്. 3 വർഷത്തോളം നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ധനത്തിനോടുള്ള അതിമോഹം തന്നെയാണ് മനുഷ്യനെ ഈ ലോകത്തിൽ വട്ടം കറക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ധനത്തിനോടുള്ള ആർത്തി എനിക്ക് ഒട്ടുമില്ല. എന്റെ മനസ്സിന്റെ വിഭ്രമം കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് പോരാൻ തോന്നിയത് എന്ന് പറയുന്നു. ഒരാശയമില്ലാത്തവൻ തന്നെയാണ് സുഖി. എനിക്ക് ആശയമൊന്നുമില്ല, എങ്കിലും ഞാൻ ആഗ്രഹങ്ങളുടെ നടുവിൽ പെട്ടുപോയി. എന്റെ രാജ്യത്ത് നിന്ന് മേരുവും കടന്ന് മിഥിലയിലെത്താൻ ഞാൻ വളരെ യത്നിച്ചു. ആ യത്നം വിഫലമാവുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ വിധിയുടെ പരീക്ഷണത്തിൽ അകപ്പെട്ടുപോയി. നന്മയായാലും തിന്മയായാലും പ്രാരബ്ധങ്ങൾ അനുഭവിച്ചേ മതിയാകും. ഞാൻ എന്തിനാണ് ഇവിടെ വന്നുപെട്ടത്? ഇവിടെ വേദങ്ങളും തീർത്ഥങ്ങളും ഒന്നുമില്ല. വിദേഹന്റെ രാജ്യത്തും പ്രവേശിക്കാൻ പാടില്ലാതായി. അദ്ദേഹം പറയാണ്. ഇത്രയും പറഞ്ഞ് ശുഗൻ പിന്നീട് ഒന്നും മിണ്ടാതെ മൂകന്റെ മാതിരി നിന്നു. ശുഗന്റെ വർത്തമാനം കേട്ടപ്പോൾ ദ്വാരപാലകൻ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം സാധാരണക്കാരനല്ല, അഗാധ പാണ്ഡിത്യമുള്ള മഹാത്മാവാണ് എന്ന് മനസ്സിലായി. ദ്വാരപാലകൻ വിനീതനായി പറഞ്ഞു, അങ്ങ് അകത്തേക്ക് പോയാലും അങ്ങേക്ക് ആരെയാണ് കാണേണ്ടതെങ്കിൽ അകത്തു പോയി കണ്ടാലും വഴി തടഞ്ഞ് എന്റെ പ്രവൃത്തിയെ ക്ഷമിക്കണം. ഞാൻ എന്റെ കർത്തവ്യം നിറവേറ്റിയതാണ്. മുക്തന്മാർക്ക് ക്ഷമ തന്നെയാണ് അലങ്കാരം എന്ന് ആര് പറഞ്ഞു? ദ്വാരപാലകൻ പറഞ്ഞു. ശുഗനപ്പ പറഞ്ഞു, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. നീ അസ്വതന്ത്രനാണ്. രാജാവിന്റെ ആജ്ഞ അനുസരിക്കുന്ന വിശ്വസ്ത സേവകൻ തന്നെയാണ് നീ. അറിവുള്ളവർ കള്ളന്മാരെയും ശത്രുക്കളെയും തിരിച്ചറിയണം. ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. വേറൊരു ഗൃഹത്തിലേക്ക് വിളിക്കാതെ കയറി ചെല്ലുന്നത് തന്നെ നിസ്സാരനാക്കും. വിളിച്ച സ്ഥലത്തേക്കേ പോകാൻ പാടുള്ളൂ. വിളിക്കാത്തടത്തേക്ക് അങ്ങനെ വലിയ അധികാരത്തിൽ കയറിപ്പോന്നത് വളരെ വളരെ മോശം പരിപാടിയാണ്. വേറൊരു ഗൃഹത്തിലേക്ക് അത് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായി. വിളിക്കാതെ കയറി ചെല്ലുന്നത് അബദ്ധമാണ്. സ്വയം നിസ്സാരനാവുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണം. അപ്പൊ പ്രതിഹാരി പറയണു, സുഖദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നും ശുഭം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്നും ആരാണ് ശത്രു എന്നും ആരാണ് ബന്ധു എന്നതിനെ പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പൊ ശുഭം പറയുന്നു, ലോകം 2 തരത്തിലുണ്ട്. ജനങ്ങളും 2 വിധമുണ്ട്. ആഗ്രഹമുള്ളവരുണ്ട്, ആഗ്രഹമില്ലാത്തവരുണ്ട്. അതുപോലെ അവരുടെ മനസ്സും ഒരേപോലെയല്ല, 2 തരത്തിൽ തന്നെയാണ്. വിരക്തർ 3 വിധത്തിലാണ്. ഉത്തമൻ, മധ്യമൻ, അധമൻ. ശക്തർ 2 വിധം സമർത്ഥരും. സാമർഥ്യമില്ലാത്തവരും സാമർഥ്യവും 2 വിധത്തിലാണ്. ശാസ്ത്രത്തെ പ്രമാണമാക്കി ചിന്തിക്കുന്നവരുണ്ട് ഈ സമർത്ഥന്മാരില്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവരും ഉണ്ട്. ബുദ്ധിയും 2 വിധമുണ്ട്, യുക്തവും അയുക്തവും. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും. ഇത് കേട്ട് പ്രതിഹാരി പറഞ്ഞു, അങ്ങ് പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി തരണം. അപ്പൊ ശുഭം പറയുന്നു, സംസാരത്തിൽ ആസക്തി ഉള്ളവരെ രക്തി എന്ന് പറയുന്നു. ആസക്തി ഉള്ളവരെ. സുഖവും ദുഃഖവും അവർക്കാണ് ഉണ്ടാകുന്നത്. ഭാര്യ, പുത്രൻ, ധനം, മാനം, ജയം ഒക്കെ ലഭിച്ചാൽ സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ ദുഃഖമാണ് കിട്ടുന്നതെങ്കിൽ അവൻ കഠിന ദുഃഖം അനുഭവിക്കുകയും ചെയ്യും. സുഖം ലഭിക്കാൻ അവൻ ആവമിതം ശ്രമിക്കുകയും ചെയ്യും. ആ കാര്യങ്ങളിൽ വിപരീതമായി പ്രവർത്തിക്കുന്നവൻ അവന് ശത്രുവായി തീരുന്നു. ഒരു യാഗിക്ക് സുഖത്തെ കൊടുക്കുന്നവൻ ബന്ധു. സമർത്ഥന് മോഹം ഉണ്ടാകുകയില്ല. എന്നാൽ മൂഢന്മാർ എപ്പോഴും എന്തെങ്കിലും മോഹിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിൽ രമിക്കുന്നവർ എപ്പോഴും വേദചിന്തനം ചെയ്തുകൊണ്ടിരിക്കും. ആത്മാരാമനായ വിരക്തൻ ആത്മചിന്തനം ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കും. പ്രപഞ്ച വ്യവഹാരങ്ങളൊക്കെ ദുഃഖത്തിന് കാരണമാണ്. മംഗളം ആഗ്രഹിക്കുന്നവന് പല എതിരാളികളും ഉണ്ടാകും. കാമം, അതുപോലെ ക്രോധം, അതുപോലെ മോഹം, മതം, മാത്സര്യം തുടങ്ങിയവയൊക്കെ അവന്റെ ശത്രുക്കളാണ്. അതാണ് കാമ,
ക്രോധം, മോഹം, മതം, മാത്സര്യം എന്ന് പറഞ്ഞ 6 ശത്രുക്കൾ എന്ന് പറയണില്ലേ, ഇതൊക്കെ തന്നെയാണ്. 3 ലോകത്തിലും വെച്ച് ആത്മസംതൃപ്തി തന്നെയാണ് അവന്റെ ബന്ധം. മറ്റൊന്നും തന്നെ മനസ്സിന് സംതൃപ്തി തരില്ല. സൂതൻ പറയണു, ഇപ്രകാരം തത്വങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തന്ന ആ ബ്രാഹ്മണൻ ജ്ഞാനി തന്നെ എന്ന് മനസ്സിലാക്കി ദ്വാരപാലകൻ ശുകനെ മനോഹരമായ മിഥിലാ രാജധാനിയിലേക്ക് പ്രവേശിപ്പിച്ചു. നഗരത്തിൽ 3 വിധത്തിലുള്ള ജനങ്ങളുണ്ട് എന്ന് പറയുന്നു. കച്ചവടക്കാരുണ്ട്, അതുപോലെ പരദ്രവ്യങ്ങളും കൊണ്ട് സമൃദ്ധമാണ്, പല ദ്രവ്യങ്ങളും കൊണ്ട്. രാഗദ്വേഷാദികളോടുകൂടി കച്ചവടം ചെയ്യുന്നവരുണ്ട്, ധാരാളം യുദ്ധജനങ്ങൾ തുടങ്ങിയവരെ കൊണ്ട് സമ്പൂർണമാണ് നഗരം. അങ്ങനെ കുറെ തരത്തിലുള്ള ആൾക്കാർ, അത് ഇന്നും ഉണ്ടല്ലോ, പല തരത്തിലല്ലേ ആൾക്കാരുണ്ടാവുക. അങ്ങനെ അവിടെയും കണ്ടു അദ്ദേഹം. അങ്ങനെ നഗരം കണ്ടു നടന്ന് രാജധാനിയുടെ മുഖ്യ കവാടത്തിലെത്തി അദ്ദേഹം. അവിടെയും ഒരു ദ്വാരപാലകൻ വഴി തടഞ്ഞു. മോക്ഷം ആഗ്രഹിക്കുന്ന ജ്ഞാനി അവിടെ ഒന്നും മിണ്ടാതെ നിന്നു. വെയിലിനെയും തണലിനെയും ഒരുപോലെ കാണുന്ന താപസൻ അവിടെ തന്നെ ഒരു കുറ്റി അടിച്ചതുമാതിരി നിന്നു ഏകാന്ത ധ്യാനവും തുടങ്ങി. പോരെ. ഇതിനിടെ മന്ത്രി ഈ വിവരം പറഞ്ഞ് വേഗം വന്ന് ശുകനെ സ്വീകരിച്ച് ആനയിച്ച് കൊട്ടാരതുല്യമായ മറ്റൊരു സൗധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊട്ടാരത്തിലേക്കല്ലാട്ടോ, വേറൊരു ഭയങ്കരമായ ഒരു കെട്ടിടത്തിലേക്ക്. അതിനുള്ളിലുള്ള ഉദ്യാനത്തിൽ ശുകനെ രാജോചിതമായി സൽക്കരിച്ചിരുത്തി. ശുകനെ ശുശ്രൂഷിക്കാൻ അവിവാഹിതകളായ സുന്ദരിമാരെ നിയോഗിച്ചു. അതിൽ കാമശാസ്ത്ര വിദഗ്ധകളുണ്ട്, നൃത്തത്തിലും സംഗീതത്തിലും പ്രാവീണ്യം നേടിയവരുണ്ട്. ശുകനെന്ന് പരീക്ഷിക്കാനാണ് ഇയാളിപ്പോ നോക്കിയത് അല്ലേ. എല്ലാവരും രാജസേവാ തൽപരകളായിരുന്നു. അവർ വിലപിടിച്ച രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ ചാർത്തിയും പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞും സ്വന്തം സൗന്ദര്യത്തെ കൂടുതൽ മനോഹരമാക്കി ശുകനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അവർ ശുകനെ ഭക്തി ആദരപൂർവ്വം പൂജിച്ചു. ദേശകാലോചിതങ്ങളായ ഭോജ്യ വിഭവങ്ങൾ സമർപ്പിച്ചു ശുകനെ. അന്തഃപുരത്തിൽ വസിക്കുന്ന കാമാർത്തരായ ആ തരുണീമണികൾ ശുകനെ ആ ഉദ്യാനം മുഴുവൻ നടന്ന് കാണിച്ചു കൊടുത്തു. സരസ സംഭാഷണം ചെയ്യുന്ന ആ സുന്ദരനെ കണ്ടവർക്ക് ഹൃദയത്തിൽ അനുരാഗമുണ്ടായി. അയ്യോ, കഷ്ടമേ കഷ്ടം. പിന്നീട് അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ജിതേന്ദ്രനാണെന്ന്. അത് ഭാഗ്യം. ശുകന്റെ മനസ്സിൽ അവരോട് മാതൃഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഹാവഭാവങ്ങൾക്കൊന്നും ശുകന്റെ മനസ്സിനെ ഇളക്കാൻ സാധിച്ചില്ല. എല്ലാവരും സ്വന്തം പെറ്റമ്മയില്ലല്ലോ, എന്നാലും അമ്മമാരായിട്ട് കണക്കാക്കിയിരുന്നു. ആത്മാരാമനും ജിതേന്ദ്രനുമായവന് സുഖദുഃഖങ്ങൾ ഒരുപോലെയാണ് അനുഭവപ്പെടുക. രാത്രിയായപ്പോൾ ആ സുന്ദരിമാർ ശുകന് പട്ടുമെത്തയും പട്ടുകമ്പളവും ഒരുക്കി കൊടുത്തു. ശുകനൊരു ഭാവഭേദം കൂടാതെ ദേഹശുദ്ധി വരുത്തി ദർഭയും കയ്യിൽ ധരിച്ച് സായം സന്ധ്യാധ്യാനം ആരംഭിച്ചു. അങ്ങനെ ഒരു യാമം ധ്യാനത്തിലിരുന്ന് 2-ാം യാമത്തിൽ സുഖമായി ഉറങ്ങുകയും ചെയ്തു. 2 യാമം കഴിഞ്ഞപ്പോൾ ഉണർന്നെഴുന്നേറ്റു. രാത്രിയുടെ അന്ത്യയാമത്തിൽ വീണ്ടും ധ്യാനം ചെയ്തു. അതിനുശേഷം കുളിച്ച് ദിനകൃത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ശ്രീ ശുകബ്രഹ്മർഷി അവിടെ പോയ സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ. അവിടെ മിഥിലാ രാജധാനിയിലെത്തിയിട്ടില്ല, മിഥിലാ നഗരിയിൽ. അങ്ങനെ ആ 17-ാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു നമ്മൾ. ഇനിയിപ്പോ ജനകൻ ശുകന് നൽകുന്ന ഉപദേശം. ശുകൻ അവിടെ തന്നെ ഇരുന്ന് ജനക മഹാരാജാവിനെ കണ്ടിട്ടേ പുറത്തു പോയുള്ളൂ. ഏതായാലും ശുകന്റെ ആഗമന വൃത്താന്തം പറഞ്ഞ് മിഥിലാധിപനായ ജനക മഹാരാജാവ് മന്ത്രിമാരെയും അതുപോലെ പുരോഹിതനെയും കൂട്ടി ശുകന്റെ സവിധത്തിലെത്തി. ശ്രേഷ്ഠമായ പീഠത്തിലിരുത്തി വിദ്യാവണ്ണം പൂജിച്ചു അദ്ദേഹം. രാജാവ് പാൽ കറന്നുകൊണ്ടിരിക്കുന്ന പശുവിനെ ശുകന് സമർപ്പിച്ചു. അതിനുശേഷം കുശല പ്രശ്നം ആരംഭിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ജനകരാജാവ് ചോദിച്ചു, അല്ലയോ മഹാഭാഗ, അങ്ങ് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? ഒന്നിനും ആഗ്രഹമില്ലല്ലോ അങ്ങയ്ക്ക്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഈ വരവിന്റെ അങ്ങയുടെ
ഈ വരവിന്റെ ഉദ്ദേശം പറഞ്ഞാലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് നമ്മളിപ്പോ ഒരാളെ കാണാൻ പോവുക, ഇദ്ദേഹത്തിനൊന്നും വേണ്ട. ശിശുക ബ്രഹ്മർഷി പറയുന്നു, ഞാൻ എൻ്റെ പിതാവായ വ്യാസമഹർഷിയുടെ ഉപദേശപ്രകാരം വന്നതാണ്, അല്ലാതെ എനിക്ക് തോന്നിയിട്ട് വന്നതൊന്നുമല്ല. അദ്ദേഹം എന്നോട് പറയുന്നു, ആശ്രമങ്ങളിൽ വെച്ച് ഗൃഹസ്ഥാശ്രമമാണ് അത്യുത്തമെന്ന്. അതുകൊണ്ടൊരു കന്യകയെ വേളി കഴിച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ അച്ഛൻ നിർബന്ധിക്കുന്നു. എൻ്റെ ഗുരുവാണ് അദ്ദേഹം. എങ്കിലും ഞാൻ ആ വാക്ക് ചെവിക്കൊണ്ടതേയില്ല. കാരണം ബന്ധനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംശയഗ്രസ്തനായ എന്നോട് അദ്ദേഹം പറഞ്ഞു, പുത്രാ ശുക, അങ്ങ് മിഥിലയ്ക്ക് യാത്രയാകൂ. ഇവിടെ വിദേഹൻ എന്ന് വിശിഷ്ടനാമമുള്ള ജനക മഹാരാജാവ് ജീവൻ മുക്തനായി രാജ്യം ഭരിക്കുന്നുണ്ട്. എന്നിട്ടും ആശാപാശങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. പിന്നെ ആശ്രമവൃത്തിയിൽ കഴിയുന്ന അങ്ങ് എന്തിനാണ് വേവലാതിപ്പെടുന്നത്? നൃപോത്തമനായ അദ്ദേഹത്തിന് ചെന്ന് കണ്ട് അങ്ങയുടെ സംശയങ്ങളെ നിവാരണം ചെയ്യുക. അതിനുശേഷം തിരിച്ചു വന്ന് വിവാഹം കഴിക്കുക പുത്ര. നിന്റെ എല്ലാ സംശയങ്ങളും അദ്ദേഹം തീർത്ത് തരൂട്ടോ. അതെല്ലാം ശ്രദ്ധയോടെ കേട്ട് തിരിച്ചു പോന്നാലും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് വന്നതാണ് ഞാൻ. എന്റെ കർത്തവ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. തപസ്, തീർത്ഥസ്നാനം, വ്രതം, യജ്ഞം, സ്വാധ്യായം, സ്നാനം, ഇതിലേതാണ് മുക്തിക്ക് കാരണമായി വരുന്നത് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് മഹാരാജാവിനോട് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ജനകൻ പറയണു, മോക്ഷം ആഗ്രഹിക്കുന്ന ബ്രാഹ്മണൻ ആദ്യമായി ഗുരുവിനെ വരിച്ച് ഉപനയനം ചെയ്യണം. വേദവും വേദാന്തവും പഠിച്ച് ഗുരുദക്ഷിണ നൽകണം. പിന്നീട് സമാവർത്തനം കഴിഞ്ഞ് ഗാർഹസ്ഥ്യം സ്വീകരിക്കണം. പിന്നീട് മനസ്സും ദേഹവും ശുദ്ധി വരുത്തി നിർമ്മല മനസ്കനായി അഗ്നിഹോത്രങ്ങൾ തുടങ്ങിയ യജ്ഞങ്ങൾ ചെയ്ത് നിശ്ചയ ബുദ്ധിയോടുകൂടി ജീവിക്കണം. പിന്നീട് പുത്രപൗത്രന്മാരായതിനു ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാം. തപസ്സുകൊണ്ടെല്ലാ കാമനകളെയും നിഗ്രഹിച്ച് പത്നിയെ മകനെ ഏൽപ്പിച്ച് സ്നാനാഗ്നിയെ ഉള്ളിൽ ഒതുക്കി വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ സന്യാസാശ്രമം സ്വീകരിക്കണം. സന്യാസത്തിന് യോഗ്യത നേടാൻ വിരക്തി സംഭവിക്കണം. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, വേദം ഉദ്ഘോഷിക്കുന്നതാണ്. അത് പറഞ്ഞു രാജാവ്. അല്ലയോ മുനിശ്രേഷ്ഠ, തേകം മുതൽ ശ്മശാന സംസ്കാരം കർമ്മങ്ങളടക്കം 48 സംസ്കാരങ്ങളാണ് മഹാത്മാക്കൾ വിധിച്ചിട്ടുള്ളത്. എത്ര? 48. ഗൃഹസ്ഥന് 40 സംസ്കാരവും 40 സംസ്കാരം. മുമുക്ഷുവിന് ശമം, ദമം തൊട്ട് 8 ഒരാശ്രമത്തിൽ നിന്ന് യഥാക്രമം മറ്റാശ്രമങ്ങളിലേക്ക് മാറുന്നതാണ് ശ്രേഷ്ഠം. ശിവൻ പറയുന്നു, വിജ്ഞാനം കൊണ്ട് വൈരാഗ്യം സിദ്ധിച്ച ഒരാൾക്ക് മറ്റ് ആശ്രമങ്ങളുടെ ആവശ്യകതയുണ്ടോ എന്ന് മഹാരാജാവിനോട് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ജനക മഹാരാജാവ് പറയണു, ഇന്ദ്രിയങ്ങൾ ബലവാന്മാരാണ്, അത് സ്വന്തം ചൊൽപ്പടിക്ക് നിന്നുകൊള്ളണമെന്നില്ല. പക്ഷേ പക്വത വരാത്തവർക്ക് പല വികാരങ്ങളും മനസ്സിൽ ഉയർന്നു വരും. സ്വാദുള്ള ഭോജ്യങ്ങളും ആസ്വദിക്കാനും മക്കളുണ്ടാവാനും ആഗ്രഹമുണ്ടായാൽ അത് നിവർത്തിക്കാൻ ഒരു സന്യാസിയായാൽ സാധ്യമാണോ? അല്ലല്ലോ. ലൗകിക വാസനകൾ പ്രബലങ്ങളാണ്, അവയെ പ്രായേണ കീഴടക്കണം. ഉയരത്തിൽ നിന്ന് വീഴാൻ സാധ്യതയേറും. എന്നാൽ താഴത്താണ് കിടക്കുന്നതെങ്കിൽ ഒരിക്കലും വീഴ്ച ഉണ്ടാകില്ലല്ലോ. ഇല്ല. ഒരു സന്യാസിക്ക് പിഴവ് സംഭവിച്ചാൽ അതിൽ നിന്ന് കരകയറാൻ പ്രയാസമാണ്. സന്യാസി അത്രമാത്രം മാനസികമായിട്ട് വരുന്ന ആളാണ്. അപ്പൊ ഒരു വീഴ്ച വന്നാൽ വളരെ ഭയാനകമായിരിക്കും അത്. ഉറുമ്പുകൾ പോലും ചുവട്ടിൽ നിന്ന് പതുക്കെ കൊമ്പുകളിൽ കൂടി അരിച്ചു കയറിയാണ് പഴത്തിലേക്ക് എത്തുന്നത്. തടസ്സങ്ങളൊന്നും കൂടാതെ പാറിപ്പറക്കുന്ന പക്ഷികളാണെങ്കിലോ കുറെ കഴിയുമ്പോൾ ക്ഷീണിക്കുന്നു. എന്നാൽ ഉറുമ്പുകളോ, അവർക്ക് യാതൊരു ക്ഷീണവുമില്ല, അവർ സുഖമായി കഴിയുകയാണ്. ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ആശ്രമങ്ങൾ യഥാക്രമം നിവർത്തിക്കുന്നതാണ്. ഒരു ബൗദ്ധന്റെ കർത്തവ്യം എന്താണെന്നാൽ ആത്മജ്ഞാനിയായ ലാഭനഷ്ടങ്ങളെ പറ്റി ചിന്തിക്കുന്നതേയില്ല. ദുർവിചാരങ്ങളില്ലാതെ തന്നിൽ അർപ്പിതരായ
അർപ്പിതമായ കർമ്മങ്ങൾ വേണ്ട വിധം ചെയ്ത് മനസ്സന്തോഷം കൈവരിച്ചവന് തീർച്ചയായും മുക്തി സംഭവിക്കും. രാജ്യം പരിപാലിക്കുകയാണെങ്കിലും ഞാൻ ജീവൻ മുക്തനാണ്. അതേപോലെ അങ്ങേക്കും ലൗകിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ജീവൻ മുക്തനാകാം. ആര് പറയുന്നു? ജനക മഹാരാജാവ് പറയുന്നു. ദൃശ്യമായ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ നമുക്ക് അദൃശ്യമാണ്, നമുക്ക് കാണാൻ പറ്റൂല. അവയെ ആത്മവിചാരം കൊണ്ട് ഊഹിക്കാനേ കഴിയൂ. അതൊക്കെ നമ്മെ എങ്ങനെയാണ് ബാധിക്കുക? എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവായിരിക്കുന്നത് മനസ്സ് തന്നെയാണ്. അത് പരിശുദ്ധമായാൽ പിന്നെ ചെയ്യുന്നതെല്ലാം പരിശുദ്ധം തന്നെയാണ്. മനസ്സിലെ മാലിന്യം മുഴുവൻ മായ്ച്ചു കളയാതെ ഏത് തീർത്ഥത്തിൽ പോയി കുളിച്ചിട്ടും കാര്യമില്ല. ആ തീർത്ഥസ്നാനം വ്യർത്ഥമാകും. അല്ലയോ ശുക? രാജാവ് പറയുന്നു, അല്ലയോ ശുക, ദേഹവും ദേഹിയും ഇന്ദ്രിയങ്ങളുമല്ല ബന്ധമോക്ഷത്തിന് ഹേതു. മനസ്സ് മാത്രമാണ്. ആത്മാവ് എപ്പോഴും മുക്തവും ശുദ്ധനുമാണ്. ബന്ധമോക്ഷങ്ങൾ മനസ്സിനെയാണ് ബാധിക്കുന്നത്. ആ മനസ്സിനെ അടക്കാൻ സാധിച്ചു എന്നാൽ ബന്ധത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ദ്വൈതഭാവം മനസ്സിൽ ഉദിക്കുമ്പോഴാണ് ശത്രുമിത്രങ്ങൾ എന്ന വേർതിരിവുണ്ടാകുന്നത്. ആത്മഭാവത്തിൽ ദ്വൈതമില്ല, ഒന്നേ ഉള്ളൂ. സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് ജീവൻ ബ്രഹ്മം എന്ന ദ്വൈതഭാവം വരുന്നത്. ആചാര്യന്മാര് പറയും, ഞാനെന്നും എന്റേതെന്നും എന്നുള്ള രണ്ട് ഭാവമാണ് ഈ ദ്വൈതഭാവം എന്ന് ആചാര്യന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് ജീവൻ ബ്രഹ്മം എന്ന ദ്വൈതഭാവം വരുന്നത് എന്ന് പറഞ്ഞു. ഭേദബുദ്ധിയാണ് വിദ്യ. ആ ഭേദം ത്യജിക്കലാണ് വിദ്യ എന്ന് വിദ്വജനങ്ങൾ മനസ്സിലാക്കണം. പൊരി വെയിലത്ത് നിന്ന് വന്നവനെ തണലിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. ആ വിദ്യയെ പറ്റി അറിയാത്തവന് വിദ്യയും ശരിക്കും അറിയാൻ പറ്റില്ല. അതുപോലെ ഒരു ഇരുട്ട് ഉണ്ടായിക്കഴിഞ്ഞാലേ നമുക്ക് വെളിച്ചത്തിന്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ. ഗുണം ഗുണത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ ഊന്നി നിൽക്കുന്നു. ആത്മാവിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ലോകരക്ഷക്ക് നീതിയും ന്യായവും ആവശ്യമാണെന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. അത് നശിച്ചാൽ ലോകധർമ്മങ്ങൾക്ക് നാശം സംഭവിക്കും. ധർമ്മത്തിന് നാശം സംഭവിച്ചാൽ വർണ്ണാചാരങ്ങൾക്കും കോട്ടം തട്ടും. വേദാനുസാരിയായി ചരിക്കുന്നവനെ മംഗളം ഭവിക്കുകയും ചെയ്യും. ശുഭം പറയുന്നു, അങ്ങ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്റെ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി തന്നെയാണ്. ഹിംസ അധർമ്മമാണെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിംസ ചെയ്യുന്നവൻ എങ്ങനെയാണ് മുക്തനാവുന്നത്? പ്രത്യക്ഷത്തിൽ സ്വർണപാനം അനാചാരമല്ലേ? അതുപോലെ തന്നെയല്ലേ ജന്തുഹിംസയും? മാംസഭക്ഷണവും ചൂതാട്ടവും നിഷിദ്ധമാണെന്ന് സൗത്രാമണിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ട് ശശബിന്ദു എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ധർമ്മിഷ്ഠനും സത്യവ്രതനും യജ്ഞദാനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന മഹത് വ്യക്തിയുമായിരുന്നു. ധർമ്മം തെറ്റി നടക്കുന്നവർക്ക് അർഹമായ ശിക്ഷയും അദ്ദേഹത്തിൽ ഇഷ്ടം പോലെ ലഭിക്കുമായിരുന്നു. ധർമ്മരക്ഷകനായ അദ്ദേഹം ധാരാളം യജ്ഞങ്ങൾ ചെയ്യുകയും ബ്രാഹ്മണർക്ക് യഥാശക്തി ആവുന്നതുപോലെ ദക്ഷിണ സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം വധിച്ച യജ്ഞപശുക്കളുടെ തോൽ കൂടിക്കൂടി ഒരു വലിയ മല തന്നെയായി. ആ വലിയ മലയിൽ നിന്ന് പെയ്തിറങ്ങിയ നദിയാണത്രേ ചർമ്മൺ നദി. അയ്യോയ്യോ! ഇങ്ങനെ ഹിംസ ചെയ്ത രാജാവിനും സ്വർഗപ്രാപ്തി ഉണ്ടാകുകയും ശാശ്വതമായ കീർത്തി പ്രാപ്തമാകുകയും ചെയ്തു. അതുകൊണ്ട് വേദധർമ്മത്തിൽ എനിക്കൊട്ടും താല്പര്യമില്ല. മനുഷ്യ സ്ത്രീ സംഘം കൊണ്ട് തൃപ്തി അനുഭവിക്കുന്നു. അതിന്റെ അഭാവത്തിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അവൻ എങ്ങനെ മുക്തനാകും? അവന് മുക്തനാകാൻ പറ്റില്ല. ശുഗം പറയുകയാണ് ഇതൊക്കെ. അപ്പൊ ജനക മഹാരാജാവ് പറയുന്നു, യത്നത്തിൽ ചെയ്യുന്ന ഹിംസയെ അഹിംസയായിട്ടാണ് പ്രകീർത്തിക്കുന്നത്. അതൊരു ഹിംസ എന്നുള്ള ഭാവത്തില് അതിനെ ആരും കാണാറില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അനുസരിച്ചാണ് ഹിംസയെയും കണക്കാക്കുന്നത്. വിറകിന്റെ സംയോഗം കൊണ്ട് മാത്രമേ തീ ഉണ്ടാകുന്നുള്ളൂ. അപ്പോഴേ പുകയും ഉണ്ടാവുകയുള്ളൂ. കെട്ടടങ്ങിയ തീയിൽ പുക ഉണ്ടാകുമോ? ഇല്ലല്ലോ. വേദത്തിൽ പറയുന്ന ഹിംസ അഹിംസയാണ്. രാഗികൾക്കത് ഹിംസയാണെന്ന് തോന്നുമെങ്കിലും
വൈരാഗ്യം എന്നവർക്കത് അഹിംസ തന്നെയാണ്. ത്യാഗം, അഹങ്കാരം എന്നിവയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള കർമ്മങ്ങളായി കണക്കാക്കുന്നതുമില്ല കേട്ടോ എന്ന് വേദവിത്തുക്കൾ പറയുന്നു. ഞാൻ പറയുന്നതല്ല, വേദവിത്തുക്കള് പറയുന്നതാണ് എന്ന് ജനക മഹാരാജാവ് സൂത മഹാശയന് പറഞ്ഞു കൊടുക്കുന്നു. യജ്ഞങ്ങളിൽ ഗൃഹസ്ഥന്മാർ ചെയ്യുന്ന ഹിംസയും ത്യാഗ അഹങ്കാരങ്ങളെ മാറ്റി നിർത്തി ചെയ്താൽ മോക്ഷം ഇച്ഛിക്കുന്ന ജിതേന്ദ്രന്മാർക്കത് അഹിംസ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ജനകോപദേശം എന്ന 18-ാം അധ്യായം നമ്മുടെ ഭഗവാന്റെയും ഭഗവതിയുടെയും തൃപാദപത്മങ്ങളിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.